ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് എത്ര അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കാൻ തുടങ്ങുമ്പോൾ ഞാനത് പൊരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം ചിക്കൻ ആദ്യം തന്നെ നല്ലപോലെ കഴുകി വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കണം. നമുക്ക് ചിക്കൻ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതവിടെ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി ഞാൻ വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് 8 ഉള്ളി എടുക്കുന്നുണ്ട്. വലിയ ഉള്ളിയാണെങ്കിൽ 8 എണ്ണം, മീഡിയം സൈസ് ആണെങ്കിൽ 10 എണ്ണം. അങ്ങനെ എടുത്ത് നല്ലപോലെ കനല്ലാണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 6 വെളുത്തുള്ളി, ഒരു വലിയ തുണ്ട് ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇത് ഞാനിതോടെ നല്ലപോലെ തോല കളഞ്ഞ് കഴുകിയതിന് ശേഷം ചാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. അത് പിഴിഞ്ഞൊക്കെ നോക്കിയപ്പോൾ 2 ടീസ്പൂൺ ഉണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അത് മൂടി വെക്കുക. 1 മണിക്കൂർ മൂടി വെച്ചത് ഏറ്റവും നല്ലതാണ്. 1 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിതിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയും സാധനങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 1.5 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിത് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചിട്ടിട്ട് 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഉള്ളി ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉള്ളി ഇട്ട് ഇതേപോലെ ഒന്ന് മയങ്ങി വരുന്ന സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം നല്ലപോലെ സമയം എടുത്തിട്ട് തന്നെ അതൊന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് ഉള്ളി ഇതേപോലെ കളറാകുമ്പോൾ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഒരുപാട് ഗോൾഡൻ കളർ ആട്ടാൻ വേണ്ടിയിട്ട് വെക്കരുത്. അപ്പോൾ ഉള്ളി കരിഞ്ഞു പോകുള്ളൂ. നമ്മൾ കോരിയെടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഉള്ളി നല്ലപോലെ ഗോൾഡൻ കളറായി കിട്ടും. കോരിയെടുത്ത ഉടനെ തന്നെ എണ്ണയൊക്കെ വാർത്തതിന് ശേഷം നമ്മൾ കോരിയിട്ട് പാത്രത്തിലിട്ടതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക. കൈ പൊള്ളരുത്. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ എങ്ങനെയെങ്കിലും മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ഈ മിക്സ് ആക്കി കൊടുക്കുന്നത് ഉള്ളി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇട്ട് പറഞ്ഞാൽ ഉള്ളി അങ്ങനെ കട്ട കുത്തിയ പോലെ ഉണ്ടാവും. ഇങ്ങനെ വിടർത്തിയിട്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഉള്ളി മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും പാടിട്ട് അതും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. പിന്നെ നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ചിക്കനും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഉള്ളി പൊരിച്ചിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഒരു പൊട്ട് പോലും എണ്ണ ബാക്കിയായി വേസ്റ്റായി പോയില്ല. പിന്നെ നമുക്കിതിൻ്റെ ബാക്കി വരുന്ന എണ്ണയും കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അല്ലാണ്ട് ആദ്യം ചിക്കൻ പൊരിച്ച് പിന്നെ ഉള്ളിയൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റായി പോകും. ഇതിങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടാ. ചിക്കൻ ഇടുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഇതേപോലെ തന്നെ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അത് ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ലപോലെ തിരിച്ചിടുക. എന്നിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് പിന്നെ മസാല ഇട്ടിട്ട് ഒരുപാട് വേവിക്കണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ നല്ലപോലെ പൊരിഞ്ഞിടണം. നമ്മുടെ ക്രിസ്പി ആയിട്ട് പുറം ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല ജ്യൂസി ആയിട്ടാണ് നമുക്ക് ചിക്കൻ പൊരിച്ചത് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ 2-3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ചിക്കനൊക്കെ ഞാൻ മുഴുവനായിട്ടും പൊരിച്ച് അവിടെ കോരി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. 2 കിലോന് 8 കപ്പ് അരിയുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. ചിക്കനൊക്കെ പൊരിക്കൽ കഴിഞ്ഞതിന് ശേഷം മാത്രം അരി കുതിരാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ ചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം
നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ചത് അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു 2 ടീസ്പൂണോടെ മാറ്റി വെച്ച് ബാക്കി മുഴുവനും ഞാൻ മസാലയ്ക്ക് ഇട്ടിട്ടുണ്ട്. അത് വഴറ്റി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് പച്ചമണം പോയിട്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇടുന്നുണ്ട്. നിങ്ങൾ വലിയ തക്കാളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കിലോത്തിന് 3 തക്കാളി എടുത്താൽ മതി. 2 കിലോത്തിന് 6. മീഡിയം സൈസ് ആണെങ്കിൽ 7 8 ഒക്കെ എടുക്കാം. അപ്പോൾ അത് തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയിട്ട് നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ട് ഇനി ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളിടാം. അതിലേക്ക് ഞാൻ ബിരിയാണി മസാല 1 1/4 ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ബിരിയാണി മസാലൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ നിന്ന് ഒരു പിടി ഞാൻ ഉള്ളിയോടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട്. ബാക്കി ഉള്ളി മുഴുവനായിട്ട് ഞാനിതിൽ കൊട്ടിയിട്ടുണ്ട്. ഉള്ളിയും കൊട്ടിയതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വേണ്ട. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട് ഞാനിതിലേക്ക്. തൈര് നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. തക്കാളിയുടെയും ചെറുനാരങ്ങയുടെയൊക്കെ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തൈര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വഴറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ചിക്കന് നമുക്ക് നല്ലപോലെ ഒന്ന് വേകാനൊന്നുമില്ല. നല്ലപോലെ വെന്ത ചിക്കനാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു കുറച്ച് ഒരു 5 10 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക. ചിക്കനിലേക്ക് ഈ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മസാലയിലേക്ക് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അതൊന്ന് സെറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരമായി 10 മിനിറ്റായി ഞാനിത് വെക്കാൻ തുടങ്ങിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നല്ലപോലെ അപ്പോൾ അത് മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇളക്കി നോക്കിയപ്പോൾ ഇതിലേക്ക് വെള്ളമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബിരിയാണി ദമ്മിടാൻ വേണ്ടി കുറച്ച് വെള്ളം മസാല ലൂസ് വേണം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. നിങ്ങളുടെ ചിക്കനിൽ മസാല ഉണ്ട് ഗ്രേവി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി ഞാനത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും കൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം അത് അവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിതൊരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ സാജീരകം 1/2 ടീസ്പൂൺ വലിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം വറുത്ത് അത് എണ്ണയിലിട്ടിട്ടുണ്ട്. എണ്ണയിലിട്ട് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 ടീസ്പൂൺ ഉണ്ടായിരുന്നു. അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഈ ചോറ് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിട്ടോ. പിന്നെ അതവിടെ നല്ലപോലെ പൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതാ 8 കപ്പ് അരിയാണ്. അതിലേക്ക് ഞാൻ 12 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ നല്ലപോലെ ഒന്ന് വെള്ളം തിളച്ച് വരും. 2 3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ലപോലെ തിളക്കും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട്. അരിച്ചിട്ട് ഒഴിക്കുക കുരുപെടാണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് അരി കഴുകി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൊട്ട് പോലും വെള്ളം ഇല്ലാണ്ടിരിക്കണം. അരി നമ്മൾ ഇടുമ്പോൾ അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ചോറ് നല്ലപോലെ കുഴഞ്ഞ് ഒട്ടിപ്പോവും. എന്നിട്ട് അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കരുത്. നമ്മുടെ അരി പൊടിഞ്ഞു പോകും. അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതാ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ സമയത്ത് ഇടേണ്ടത്. അപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പകുതി വരെ ആയിട്ടുണ്ട്. അരി മേലേക്ക് വന്നിട്ട് വെള്ളം ഒന്ന് പകുതി വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ വെക്കുന്നത് ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 6 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും.
അതിൻ്റെ ഇടയിൽ ഇളക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ചോറ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അവിടെ നല്ലപോലെ ഇളക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും നല്ലപോലെ തിളച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദമ്മിടുമ്പോൾ ചിക്കനും ചോറും ഒരേ ചൂടുണ്ടാകണം കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ദമ്മായി കിട്ടുള്ളൂ. അപ്പോൾ അത് ചിക്കൻ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇത്ര നേരം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാനൊരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കത്തിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം. ഇത് എപ്പോഴും എല്ലാവരും ദമ്മിടും പോലെ തന്നെ കേട്ടോ, സാധാ ദമ്മിടും പോലെ തന്നെയാണ്. ഇതേപോലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര അറിയാത്തവർക്കാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഒരാളുടെ സഹായം ഇല്ലാണ്ട് എത്ര കിലോ ബിരിയാണി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒന്നിച്ചിട്ടിട്ട് വെച്ച് വിളക്കുമ്പോഴാണ് നമുക്ക് ഇളക്കാനൊക്കെ ഒരാൾ വേണ്ടത്. അപ്പോൾ അതാ ചോറ് ഞാൻ പകുതി അടിയിലിട്ടിട്ടുണ്ട്. അടിയിലിട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി വറുത്തത് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ മുഴുവനായിട്ടും ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തും പോലെ ഇടുക കേട്ടോ. നമ്മൾ ചോറ് എവിടുന്ന് കോരുകയാണെങ്കിലും അതിൻ്റെ കൂടത്തിൽ നമുക്ക് മസാലയും കിട്ടണം. നമ്മൾ കല്യാണത്തിനൊക്കെ വിളമ്പുമ്പോൾ കണ്ടിട്ടില്ലേ, ചോറും അങ്ങനെ കിട്ടണം നമുക്ക്. കല്യാണത്തിനൊക്കെ വെക്കണ പോലത്തെ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ മസാലയൊക്കെ കൊട്ടിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതാ ചോറ്, ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ടും ഞാൻ അതിൻ്റെ മേലെ കൊട്ടി കൊടുക്കുന്നുണ്ട്. ചോറും ചിക്കനും ഒരേപോലത്തെ ചൂട് വേണം. അത് മാത്രം ഒന്ന് ദമ്മിടുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ചോറ് മുഴുവനായിട്ടും കൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയും പുതിൻ്റെ ഇലേൻ്റെ ഇഷ്ടം ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അതൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചോറ് ഇങ്ങനെ നെയ്യ് ഇടുമ്പോൾ നമ്മൾ ലാസ്റ്റ് ദമ്മ് തുറക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും. അതിന് ശേഷം ഞാനത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയിട്ട് ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് ദമ്മ് ഇരിക്കണം. നിങ്ങൾക്കിത് നേരിട്ട് ഇങ്ങനെ അടുപ്പിൽ വെക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടി ചൂടാക്കിയതിന് ഒരു പഴയ ഒരു തവ ദോശച്ചട്ടിയൊക്കെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ദമ്മാക്കിയിരിക്കുക, ദമ്മിടുക. എന്നിട്ട് അത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഓഫാക്കി ഓടുമ്പോൾ തന്നെ നമ്മളിത് വിളമ്പരുത്. ഓഫാക്കിയിട്ട് ഇനി ഒരു 10-15 അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ദമ്മ് തുറക്കുക. ഒന്നും എയർ പുറത്ത് പോകാത്ത രൂപത്തിലുള്ള തട്ടും കൊണ്ട് മൂടുക കേട്ടോ. ഇതിൽ ഒരു പൊട്ട് പോലെ എയർ പുറത്ത് പോയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതായിട്ട് മൂടിക്കുന്നത്. അപ്പോൾ അതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറക്കുന്നുണ്ട്. തുറന്നപ്പോൾ എൻ്റെ പൊന്നും എന്തോ ഒരു മണമാണ് അറിയാം, അടിപൊളി മണമാണ്. കൊതിപ്പിക്കണ മണം എന്നൊക്കെ പറഞ്ഞ പോലത്തെ അടിപൊളി മണമാണിത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പീസും, നാടൻ റെസിപ്പീസും, ബിരിയാണി ആയാലും ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിത് വിളമ്പുമ്പോൾ ഒന്നിച്ചിട്ട് കുത്തി ഇളക്കിയിട്ട് വിളമ്പരുത് കേട്ടോ. അത് ഇതേപോലെ വിളമ്പുക. ചോറും മസാലയും ചിക്കനും ഒക്കെ ഇതേപോലെ കിട്ടണം. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും ഓക്കെ, താങ്ക് യു, ബൈ.